കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? വരൂ, നമുക്ക് കഥ കേൾക്കാം. ഇറ്റലിയിൽ നിന്നും വലിയൊരു ചരക്ക് കപ്പൽ ഇന്ത്യയിലെ തുറമുഖത്തെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. 2 ദിവസം ദൂരം പിന്നിട്ട് മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആഞ്ഞടിച്ച് അലറി വരുന്ന ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടിയുലഞ്ഞ് തകർന്ന് മുങ്ങുവാൻ ആരംഭിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു പോയ കപ്പലിലുള്ളവർ പെട്ടെന്നാണ് അങ്ങ് ദൂരെ ഒരു ദ്വീപ് കണ്ടത്. എല്ലാവരും സമുദ്രത്തിലേക്ക് എടുത്തു ചാടി ദ്വീപിനെ ലക്ഷ്യം വെച്ച് നീന്തുവാൻ തുടങ്ങി. ദ്വീപിൽ എത്തിച്ചേർന്ന അവർ തങ്ങളുടെ കപ്പൽ മുങ്ങുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും ആകെ വിഷമത്തിലായി. അതാ, വിശന്ന് വലഞ്ഞ് സിംഹത്തെ പോലെ സമുദ്രം പൂർണ്ണമായും കപ്പലിനെ വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു. പിറ്റന്നാൾ അവരുടെ ദ്വീപ് മുഴുവനും പരതി. എന്നാൽ നിരവധി വൃക്ഷങ്ങളും ദേശാടന പക്ഷികളുമല്ലാതെ മറ്റൊരു മനുഷ്യ സാന്നിധ്യമോ രക്ഷപ്പെടുവാനുള്ള സംവിധാനങ്ങളോ കണ്ടെത്താനായില്ല. 2 ദിവസം കഴിഞ്ഞ് അവരുടെ കപ്പൽ നിയന്ത്രിച്ച ക്യാപ്റ്റൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവിടെ കൂടി നിന്നവരോട് ഇപ്രകാരം പറഞ്ഞു: ഇനിയും നാം ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ഇല്ലാതായി പോവുകയുള്ളൂ. നമുക്കെല്ലാവർക്കും മതിയായ ഭക്ഷണം നൽകുവാൻ ഈ ദ്വീപിന് അധികകാലം സാധ്യമല്ല. മാത്രമല്ല, ശക്തമായ കാറ്റും സമുദ്രത്തിന്റെ മട്ടും കാണുമ്പോൾ ഈ ദ്വീപ് വാസയോഗ്യമല്ല എന്ന് കരുതുന്നു. ആയതിനാൽ എത്രയും വേഗത്തിൽ ഈ ദ്വീപിൽ ലഭ്യമായ നല്ല വൃക്ഷങ്ങൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ഒരു കപ്പൽ നിർമ്മിച്ച് ഉടനെ നമുക്ക് രക്ഷപ്പെടണം. എല്ലാവരും ക്യാപ്റ്റന്റെ വാക്കുകൾ ശരിവെച്ചു. എന്നാൽ കുറച്ചു പേർ ക്യാപ്റ്റനെ അനുസരിക്കാതെ കപ്പൽ നിർമ്മിക്കുവാൻ സഹായിക്കാതെ ക്യാപ്റ്റനെയും കപ്പൽ നിർമ്മിക്കുന്നവരെയും പരിഹസിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ ഇതൊന്നും കേട്ടതായി ഭാവിക്കാതെ തന്നെ അനുസരിച്ച് കൂടെ നിൽക്കുന്നവരോടുകൂടി വളരെ കഷ്ടപ്പെട്ട് അധിക നാൾ എടുക്കാതെ തന്നെ വേഗത്തിൽ തന്നെ കപ്പൽ പണിത് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഒരുങ്ങി. എല്ലാവരെയും വിളിച്ചു ചേർത്തു. എന്നാൽ ക്യാപ്റ്റനെ അനുസരിക്കാതെ നിന്നവർ ക്യാപ്റ്റനെ പരിഹസിച്ച് കൂടെ പോകുവാൻ പോലും വിസമ്മതിച്ചു. ഇനിയും അനുസരണമില്ലാത്തവരെ കാത്തു നിന്നാൽ അനുസരിച്ച് കൂടെ നിൽക്കുന്നവരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞ് അനുസരിക്കാത്ത ജനത്തെ ദ്വീപിൽ ഉപേക്ഷിച്ച് അവർ യാത്ര പുറപ്പെട്ടു. കുറച്ചു ദൂരം മുൻപോട്ട് പോയതും വലിയൊരു കൊടുങ്കാറ്റ് വന്ന് കപ്പലിലുള്ളവർ നോക്കി നിൽക്കെ ആ ദ്വീപിനെയും അതിലുള്ളവരെയും നശിപ്പിച്ചു കളഞ്ഞു. തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടത് ക്യാപ്റ്റനെ അനുസരിച്ചത് കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കപ്പലിലുള്ളവർ ക്യാപ്റ്റനോട് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞതും ക്യാപ്റ്റൻ മറുപടി ഇപ്രകാരം നൽകി: എന്നോടല്ല നിങ്ങൾ നന്ദി പറയേണ്ടത്, മറിച്ച് ഈശോയോടാണ്. പ്രാർത്ഥനയിലൂടെ ഈ അറിവ് എനിക്ക് നൽകിയത് ഈശോ മിശിഹായാണ്. ഞാൻ ഈശോയെ അനുസരിക്കുക മാത്രമേ ചെയ്തതുള്ളൂ. അതുകൊണ്ട് ഈശോയോട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറയാം. കൂട്ടുകാരെ, ഈ കഥയിൽ കപ്പലിനെ നിയന്ത്രിച്ച ക്യാപ്റ്റൻ ഒരു അനുസരണശീലത്തിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. കർത്താവായ ഈശോ മിശിഹായെ അനുസരിച്ചതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് തനിക്ക് തന്നെയും അതുപോലെ തന്നെ തന്റെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗത്തെയും രക്ഷിക്കുവാനായിട്ട് ക്യാപ്റ്റന് സാധിച്ചു. കൂട്ടുകാരെ, നിങ്ങളും ഇതുപോലെ ഓരോ ഹീറോയാണ്. കൂട്ടുകാരെ, ഈ കഥയിൽ കപ്പൽ നിയന്ത്രിച്ച ക്യാപ്റ്റൻ എനിക്കും നിങ്ങൾക്കും ഒരു മാതൃകയാണ്. കർത്താവായ ഈശോ മിശിഹായോട് പ്രാർത്ഥിച്ച് സമയാസമയങ്ങളിൽ വേണ്ടതായ നിർദ്ദേശങ്ങളിലൂടെ അനുസരണശീലത്തിലൂടെ നടന്നു പോയത് കൊണ്ടാണ് നമ്മുടെ ഈ ക്യാപ്റ്റന് വലിയൊരു കൂട്ടത്തെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചത്. കൂട്ടുകാരെ, ഈ ക്യാപ്റ്റനെ പോലെ നമുക്കും അനുസരണശീലത്തിലൂടെ ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഈ കഥ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ മാതൃകയായി സ്വീകരിക്കാവുന്ന ഒരു കഥയാണ്. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും ദിസ് ഇസ് മീ യുവർ ടോമച്ചൻ സൈനിങ് ഓഫ്.